അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അതായത് നിങ്ങളെല്ലാവരും തന്നെ കടൽ കൊള്ളക്കാരെക്കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലുമൊക്കെ മനുഷ്യൻ വ്യാപകമായി സമുദ്ര സഞ്ചാരം നടത്തിയിരുന്നു. ഈ 15-ാം നൂറ്റാണ്ടിലൊക്കെ ഈ സമുദ്ര സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജി, അല്ലെങ്കിൽ ഒരു പുതിയ അറിവാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഡെവലപ്മെൻറ്റാണ്. അങ്ങനെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മഹാനാവികരിൽ നിന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചാരം നടത്തി. അപ്പോൾ അവരുടെ ആ യാത്രകൾ കൊണ്ട് മാനവരാശിക്ക് അല്ല മനുഷ്യരാശിക്ക് എല്ലാ തരത്തിലുള്ള സമഗ്രമായ വികാസമാണ് ഉണ്ടായത്. പക്ഷേ ഈ വികാസം ഉണ്ടായി എന്ന് പറയുന്നത് നമ്മളിപ്പം വികസിച്ച് നിൽക്കുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ട് ഇതിനെ തിരിച്ച് പുറകിലേക്ക് നോക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ മഹാനാവികരെന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന മഹാനാവികരെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന സകലരും ടെക്നിക്കലി കൊള്ളക്കാരായിരുന്നു. അവരിൽ മിക്കവരും ഈ കൊള്ള നടത്തിയത് യൂറോപ്പിലെ അക്കാലത്തെ വലിയ രാജാക്കന്മാർക്ക് വേണ്ടിയായിരുന്നുകൊണ്ട് തന്നെ അവർ ചരിത്രത്തിൽ മഹാന്മാരായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഓഫ് കോഴ്സ് അവരെല്ലാം മഹാന്മാർ തന്നെയാണ്, എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ അഭൂതപൂർവമായ മാരിടൈം നാവിഗേഷൻ സ്കില്ലുകൊണ്ട് അവർ മഹാസമുദ്രങ്ങളെ അടക്കി വരിച്ച ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ സകലരും. ഈ നമ്മൾ കൊള്ളക്കാരെന്ന് പറഞ്ഞവരും മഹാന്മാരെന്ന് പറഞ്ഞവരും എല്ലാം അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നാവികരെക്കുറിച്ചും കടൽ കൊള്ളക്കാരെക്കുറിച്ചുള്ള കഥകളും ചരിത്ര സംഭവങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ മഹാനായ ജൂലിയസ് മാനുവലിൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു ഹെഡ്ഫോണും വെച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ നാവികരുടെ കൂട്ടത്തിൽ കപ്പലിൽ പോയൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ നാവികരൊക്കെ സമുദ്ര പരിവേഷണങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കഥകളും ചരിത്ര സംഭവങ്ങളും ഒക്കെ അരങ്ങേറിയത് ലോകഭൂപടം പൂർണ്ണമായും വരച്ചു തീർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ 15-ും 16-ും നൂറ്റാണ്ടുകളിലാണ്. പക്ഷേ നമ്മളിന്ന് പറയാൻ പോകുന്നത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ കടൽ കൊള്ളയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നടന്നത് 15-ും 16-ും നൂറ്റാണ്ടുകളിലൊന്നുമല്ല. കരയും കടലും അളന്ന് മതിവരാഞ്ഞിട്ട് മനുഷ്യൻ ശൂന്യാകാശത്തിലേക്കും കാല് വെച്ചതിനും ശേഷമാണ്. അതായത് 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറിയ അമേരിക്ക ശക്തി കൊണ്ട് അവർക്കൊപ്പം നിന്ന USSRൻ്റെ ന്യൂക്ലിയർ മിസൈൽ സബ്മറൈൻ മോഷ്ടിച്ച കഥ ദ പ്രോജക്റ്റ് അസോറിയോൺ. 1968 ഫെബ്രുവരി 24 സോവിയറ്റ് യൂണിയൻ്റെ ഫാർ ഈസ്റ്റ് സൈഡിലെ റെയ്ബാച്ചി നേവൽ ബേസിൽ നിന്നും K-129 സബ്മറൈൻ അതിൻ്റെ റെഗുലർ പട്രോളിങ്ങിനായി പുറപ്പെടുകയാണ്. ക്യാപ്റ്റൻ വ്ളാഡിമിർ കപ്സോറും 98 ക്രൂ മെമ്പേഴ്സുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ K-129 എന്ന് പറഞ്ഞാൽ ഗോൾഫ് 2 ക്ലാസ്സിൽ വരുന്ന ഒരു ഡീസൽ ഇലക്ട്രിക് സബ്മറീനാണ്. ഇത് പൊതുവെ അറിയപ്പെടുന്നത് സോവിയറ്റ് നേവിയുടെ സൈലൻറ്റ് കില്ലർ എന്നാണ്. അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു മിസൈൽ സബ്മറീനാണ്. അതായത് ന്യൂക്ലിയർ വാർഹെഡുകൾ ഘടിപ്പിച്ച ബാലസ്റ്റിക് മിസൈലുകൾ ക്യാരി ചെയ്യുന്ന ഒരു സബ്മറീനാണ് ഈ സംഭവം. ആ ദിവസം ഈ അന്തർവാഹിനിയിൽ ന്യൂക്ലിയർ വാർഹെഡുകൾ ഘടിപ്പിച്ച 3 ബാലസ്റ്റിക് മിസൈലുകളും ഒപ്പം ഏതാനും ന്യൂക്ലിയർ വാർഹെഡ് ടോർപിഡോകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാലസ്റ്റിക് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ 1 മെഗാടൺ പ്രഹരശേഷിയുള്ള ന്യൂക്ലിയർ വാർഹെഡുകളാണ് ഘടിപ്പിക്കുന്നത്. 1 മെഗാടൺ വാർഹെഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പല മഹാനഗരങ്ങളെയും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ മാത്രം പവർഫുള്ളായ വാർഹെഡുകളാണ്. ഒന്ന് ഓർക്കണം, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 1968 കാര്യമാണ്. ഈ 1968 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇത്രയും സമാധാനപൂർണ്ണമൊന്നും ആയിരുന്നില്ല. അതായത് കോൾഡ് വാറിൻ്റെ മൂർധന്യത്തിലൂടെയാണ് ആ സമയത്ത് ലോകം കടന്നുപോയിക്കൊണ്ടിരുന്നത്. 2 വലിയ മഹാസൈനിക ശക്തികളിൽ സൈനികപരമായും അതുപോലെ സാങ്കേതികപരമായുള്ള കാര്യങ്ങളിൽ അതിശക്തമായ രീതിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ചെറിയ പ്രകോപനം മതി ലോകം 3-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന ദുരന്തത്തിലേക്ക് കടക്കാൻ. അപ്പം 2-ാം ലോകമഹായുദ്ധം പോലെയൊന്നും ആയിരിക്കത്തില്ല. 3-മതൊരു ലോകമഹായുദ്ധം ആ സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ അത് ന്യൂക്ലിയർ വാറാണ് സംഭവിക്കാൻ പോകുന്നത്. ഹിരോഷിമയും നാഗസാക്കിക്കും ഒപ്പം കുറഞ്ഞത് ഒരു 10ഓളം മഹാനഗരങ്ങളുടെ പേര് കൂടി ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ടതായിട്ട് വന്നേനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ. അതായത് ഈ 70കളിലൊക്കെ അമേരിക്കയോ സോവിയറ്റ് യൂണിയനോ ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ ഡൊണാൾഡ് ട്രംപിനെ പോലെ ബുദ്ധിക്ക് ഒരു 5 പൈസയുടെ കുറവുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് സംഭവിച്ചു പോകാനും. ഏതായാലും നമ്മുടെ അപ്പൂപ്പന്മാരുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പോൾ ഈ K-129 എന്ന് പറഞ്ഞാൽ ഇതൊരു ഡീസൽ ഇലക്ട്രിക് സബ്മറീനാണ്. ഡീസൽ ഇലക്ട്രിക് സബ്മറീനുകൾ എന്ന് പറഞ്ഞാൽ അവയെ ഡിക്റ്റേറ്റ് ചെയ്യുക വളരെ പ്രയാസമാണ്. അങ്ങേയറ്റം സൈലൻ്റ് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ന്യൂക്ലിയർ സബ്മറീനുകളിൽ നിന്നും പുറപ്പെടുന്ന രീതിയിലുള്ള ഹീറ്റ് സിഗ്നേച്ചറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ നിന്നും അത്ര ശക്തമായ രീതിയിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ സൈലൻറ്റ് കില്ലർ എന്ന് അക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ സബ്മറീൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പസഫിക്കിൽ നമ്മുടെ ഈ ഹവായ് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് ലൈനിന് സമീപത്തുമൊക്കെ പെട്രോളിംഗ് നടത്തുക എന്നുള്ളതായിരുന്നു. അതായത് ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നൊടിയിടയിൽ പേൾ ഹാർബർ അടക്കമുള്ള നേവൽ ബേസുകളിലേക്ക് ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിശ്ചിത ഇടവേളകളിൽ ഈ മേഖലകളിലെല്ലാം ഇങ്ങനെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 12 ദിവസത്തോളം സഞ്ചരിച്ച് നമ്മുടെ ഈ K-129 സബ്മറൈൻ പസഫിക്കിൽ ഹവായിൽ നിന്ന് ഏതാണ്ട് 1500 നോട്ടിക്കൽ മൈൽ അകലെ വരെ എത്തി. കാര്യങ്ങളെല്ലാം സാധാരണ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1968 മാർച്ച് 8 ഒരു അവിചാരിതമായ സംഭവം ഉണ്ടായി. അതായത് സോവിയറ്റ് യൂണിയൻ്റെ മിലിറ്ററി റൂൾസ് പ്രകാരം സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന എല്ലാ
യാനങ്ങളും പ്രത്യേകിച്ചും സബ്മറൈനുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സമയത്ത് മോസ്കോയിലേക്ക് ഒരു സിഗ്നൽ അയക്കണം. സബ്മറൈൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം അവർ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ അന്ന് 1968 മാർച്ച് 8 പതിവായി K-129 നിന്ന് വരുന്ന സിഗ്നൽ വന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കുമെന്നാണ് ആദ്യം റേഡിയോ ഓപ്പറേറ്റർമാരും മറ്റ് ടെക്നീഷ്യന്മാരും ഒക്കെ കരുതിയത്. അവർ നിരന്തരമായി ഈ സബ്മറൈനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സബ്മറൈനുമായി കോൺടാക്റ്റിൽ വരാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. K-129 സബ്മറൈൻ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അതോടെ സോവിയറ്റ് യൂണിയൻ ആകെ പരിഭ്രാന്തിയായി. തീർച്ചയായും സബ്മറൈൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഈ സബ്മറൈനിൽ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും അഡ്വാൻസ് മിലിറ്ററി ടെക്നോളജിയുടെ ഭാഗമായ 3 ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉണ്ടായിരുന്നത്. ഇത് അമേരിക്കയുടെ വല്ലതും കൈ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അപ്പോൾ ഈ സബ്മറൈൻ എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യത 100%. അപ്പോൾ ഇക്കാര്യത്തിൽ 2 പോസിബിലിറ്റിയാണ് സോവിയറ്റ് യൂണിയൻ മുൻകൂട്ടി കണ്ടത്. ഒന്നെങ്കിൽ എന്തെങ്കിലും യന്ത്ര തകരാറ് മൂലം ഈ സബ്മറൈൻ അപകടത്തിൽപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ അമേരിക്ക അറ്റാക്ക് ചെയ്തതായിരിക്കാം. അപ്പോൾ അമേരിക്ക അറ്റാക്ക് ചെയ്ത് മുക്കിക്കളയോ അല്ലെങ്കിൽ അമേരിക്ക ഇതിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിസൈൽ ടെക്നോളജി, ഈ പറഞ്ഞ ന്യൂക്ലിയർ വാർ ഹെഡുകൾ അവരിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതോടുകൂടി സോവിയറ്റ് യൂണിയൻ ആകെ പരിഭ്രാന്തിയിലായി. അങ്ങനെ അവർ നോർത്ത് പസഫിക്കിൽ ഈ സബ്മറൈൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ കരുതുന്ന മേഖലകളിൽ വളരെ വ്യാപകമായിട്ടുള്ള സെർച്ച് ഓപ്പറേഷൻസ് ആരംഭിച്ചു. സോവിയറ്റ് നേവിയുടെ കപ്പലുകളും വിമാനങ്ങളും ചേർന്ന് അതിലില്ലാത്ത പസഫിക്കിൻ്റെ സമുദ്രതലത്തെ അരിച്ചു പെറുക്കി. പക്ഷേ ഏതാണ്ട് 1 മാസത്തോളം അവരിങ്ങനെ തെരച്ചിൽ നടത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ അവർ ആ സെർച്ച് അവസാനിപ്പിച്ചു. പക്ഷേ മറുവശത്ത് അമേരിക്ക നിശബ്ദമായി ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോവിയറ്റ് നേവിയുടെ വിമാനങ്ങളും കപ്പലുകളും ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ച് വളരെ ഇൻറ്റൻസ് ആയിട്ട് സെർച്ച് ഓപ്പറേഷൻസ് നടത്തുന്നത് കണ്ടത് അമേരിക്കയുടെ കൗതുകം വർദ്ധിച്ചു. അമേരിക്കയുടെ തന്നെ പ്രത്യേകിച്ച് CIA കൗതുകം വർദ്ധിപ്പിച്ചു. അതായത് CIA ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതായത് ഈ മേഖലകളിലൂടെ K-129 എന്ന് പറഞ്ഞ സോവിയറ്റ് മിസൈൽ സബ്മറൈൻ പെട്രോളിംഗ് നടത്തുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്കും CIA അറിയാവുന്ന രഹസ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ദിവസം, അതായത് 1968 മാർച്ച് 8 അമേരിക്കയുടെ അണ്ടർ വാട്ടർ സൗണ്ട് സർവൈലൻസ് സിസ്റ്റം, അതായത് കടലിനടിയിലുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന വലിയ സോണാറുകളുടെ മറ്റൊരു നെറ്റ്വർക്കാണ് ഈ പറഞ്ഞ അണ്ടർ വാട്ടർ സൗണ്ട് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഈ പറഞ്ഞ ദിവസം, അതായത് 1968 മാർച്ച് 8 സമുദ്രത്തിൻ്റെ അടിയിൽ ഒരു വലിയ സ്ഫോടനം റെക്കോർഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ സ്ഫോടന ശബ്ദവും സോവിയറ്റ് നേവി നോർത്ത് പസഫിക്കിൽ നടത്തിയ തിരക്ക് പിടിച്ച തിരച്ചിലും കൂടെ കൂട്ടി വായിച്ചപ്പോൾ CIAക്ക് ഒരു കാര്യം ഉറപ്പായി. K-129 സബ്മറൈന് എന്തോ കാര്യമായ അപകടം സംഭവിച്ചിട്ടുണ്ട്. അതായത് K-129 സബ്മറൈൻ ഈ ന്യൂക്ലിയർ വാർഹെഡുകളുമായിട്ട് കടലിൽ മുങ്ങി തന്നു. ഈ കാര്യം അമേരിക്ക ഏതാണ്ട് ഉറപ്പിച്ചു. അപ്പോൾ ഈ സബ്മറൈനിൽ, ഈ K-129 സബ്മറൈനിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ന്യൂക്ലിയർ വാർഹെഡുകൾ എന്ത് വിലയെടുത്തും റിക്കവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടമായിരിക്കുമെന്ന് CIA അങ്ങ് വിലയിരുത്തി. അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും അഡ്വാൻസ് മിലിറ്ററി ടെക്നോളജിയാണ് ഈ കടലിനടിയിൽ കിടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സൗണ്ട് സർവൈലൻസ് സിസ്റ്റത്തിൻ്റെ ഡേറ്റയും അതുപോലെ വെസ്റ്റ് കോസ്റ്റിലും ഹവായിലും ഒക്കെ സ്ഥാപിച്ചിരുന്ന കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റങ്ങളുടെ ഡേറ്റയും മറ്റ് ഷിപ്പുകളിൽ നിന്ന് ലഭിച്ച ഡേറ്റയും അങ്ങനെയുള്ള ഒരുപാട് ഡേറ്റകൾ കമ്പൈൻ ചെയ്ത് അമേരിക്കൻ നേവി ഏതാണ്ട് ഈ K-129 സബ്മറൈൻ മുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം പിൻ പോയിന്റ് ചെയ്തില്ല. അവർ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി. ഇവിടെ ആയിരിക്കാം, ഈ ഒരു മേഖലയിലായിരിക്കാം ഈ സാധനം മുങ്ങിക്കിടക്കുന്നൊരു ഐഡിയ ഉണ്ടാക്കി. തുടർന്ന് USS ഹാലിബട്ട് എന്ന് പറയുന്ന ഒരു സബ്മറൈൻ ഈ K-129 തേടി ഇറങ്ങി. അപ്പോൾ ഈ USS ഹാലിബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സീ സെർച്ചിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു സർവൈലൻസ് സബ്മറൈനാണ്. അതായത് ഈ കാലഘട്ടത്തിൽ അണ്ടർ വാട്ടർ സർവൈലൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തപ്പെട്ട സകലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകളും ഘടിപ്പിച്ച ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു സബ്മറൈനായിരുന്നു USS ഹാലിബട്ട്. അതായത് ഇത് കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്പൈ സ്റ്റേഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 1968 ജൂലൈ 15 ലോകമാധ്യമങ്ങൾ സ്പേസ് റേസിലും അല്ലെങ്കിൽ വിയറ്റ്നാം വാറിലും ഒക്കെ കുടുങ്ങിക്കിടന്ന സമയത്ത് ശാന്ത മഹാസമുദ്രത്തിൻ്റെ നിശബ്ദമായ അടിത്തട്ടിലേക്ക് USS ഹാലിബട്ട് യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയും മറ്റും ഉപയോഗിച്ച് ഈ K-129 സബ്മറൈൻ മുങ്ങിപ്പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം US നേവി ഏതാണ്ട് പിൻ പോയിന്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പിൻ പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പിൻ പോയിന്റ് ചെയ്തൊന്നുമില്ല. ഏതാണ്ട് 1200 സ്ക്വയർ മൈൽ വിസ്തീർണമുള്ള ഒരു ഏരിയയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ USS ഹാലിബട്ട് തൻ്റെ സെർച്ച് ആരംഭിച്ചു. അപ്പോൾ സെർച്ച് ആരംഭിച്ചെന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളും അണ്ടർ വാട്ടർ ക്യാമറകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് സർഫസിലുള്ള സ്റ്റേഷനിലേക്ക് ഇമേജുകൾ അയച്ചുകൊണ്ടിരുന്നു. ഇമേജുകൾ എന്ന് പറഞ്ഞാൽ 1 2 അല്ല, 100 കണക്കിന് ഇമേജുകളാണ് ഓരോ മണിക്കൂറിൽ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 20,000-ലധികം ഇമേജുകൾ US നേവിക്കും CIAക്കും ഒക്കെ ആയിട്ട് ലഭിച്ചു. ഇവരുടെ ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ഈ ഫോട്ടോ അനലിസ്റ്റുകൾ ചേർന്ന് ഈ ഓരോ ഫോട്ടോയും വളരെ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ചു. അങ്ങനെ ഒരു ദിവസം അവരുടെ ആ ശ്രമം ഫലം കണ്ടു. ഈ ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ടുകൾ അവർക്ക് ലഭിച്ച ഒരു ഫോട്ടോയിൽ K-129 എന്ന് പറയുന്ന സോവിയറ്റ് സബ്മറൈൻ തകർന്നു കിടക്കുന്നത് വ്യക്തമായി കണ്ടു. അതായത്
ഏതാണ്ട് 16,000 അടി താഴ്ചയിലാണ് ഈ സംഭവം കിടക്കുന്നത്. അതിന് പല അവശിഷ്ടങ്ങളും ചുറ്റും ചിതറിക്കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ 2 ബാലസ്റ്റിക് മിസൈലുകൾ, അതായത് ന്യൂക്ലിയർ വാർഹെഡുകളുമായിട്ട് 2 ബാലസ്റ്റിക് മിസൈലുകൾ തകർന്ന നിലയിൽ അവർ കണ്ടു. പക്ഷേ ഒരു മിസൈല് യാതൊരു കേടുപാടും കൂടാതെ ഈ സബ്മറീന് ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ 16,000 അടി താഴ്ചയിൽ കിടക്കുന്ന ഈ സബ്മറീന് ഏതാണ്ട് 2,700 ടൺ ഭാരമുണ്ട്. സൈലൻറ്റ് കില്ലർ എന്ന് വിളിക്കുന്ന ഈ സബ്മറീൻ്റെ പ്രധാന ടെക്നോളജിയും അതുപോലെ പരിക്കൊന്നും പറ്റാതെ കിടക്കുന്ന മിസൈലിൻ്റെ ഭാഗവും ഒക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ മുൻഭാഗത്താണ്. അത്രയും ഭാഗം മാത്രമായിട്ട് അടർത്തിയെടുക്കാൻ ശ്രമിച്ചാലും അതിന് 1,700 ടണ്ണോളം ഭാരം വരും. അപ്പോൾ ഈ സബ്മറീൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുൻഭാഗം മാത്രമായോ എങ്ങനെയെങ്കിലും കരക്കെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയ മിസൈൽ ടെക്നോളജിയും ന്യൂക്ലിയർ ടെക്നോളജിയും ഒപ്പം സൈലൻറ്റ് കില്ലർ എന്ന് വിളിക്കപ്പെടുന്ന ഈ സബ്മറീൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന രഹസ്യങ്ങളുമൊക്കെ അമേരിക്കയ്ക്ക് എന്നേക്കുമായി സ്വന്തമാവും. പക്ഷേ K-129 സബ്മറീൻ അമേരിക്ക അടിച്ചുകൊണ്ട് പോയിന്ന് സോവിയറ്റ് യൂണിയൻ എങ്ങാനും പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഒരു ന്യൂക്ലിയർ വാർ തന്നെയായിരിക്കും. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ മുങ്ങിക്കിടക്കുന്ന ആഴമാണ്. അതായത് 16,000 അടി അല്ലെങ്കിൽ ഏതാണ്ട് 5 കിലോമീറ്റർ ആഴം. അപ്പം അത്രയും ആഴത്തിൽ നിന്ന് അതുവരെ ഉയർത്താൻ സാധിച്ചിട്ടുള്ള പരമാവധി ഭാരം എന്ന് പറഞ്ഞാൽ വെറും 50 ടൺ മാത്രമാണ്. ഈ സബ്മറീൻ്റെ പകുതി ഭാഗം മാത്രമായിട്ട് ഉയർത്താൻ ശ്രമിച്ചാൽ പോലും അത് ഏതാണ്ട് 1,700 ടണ്ണോളം വരും. ഇതോടെ US നേവിയും CIA തമ്മിൽ തർക്കമായി. അതായത് നേവി പറഞ്ഞ ഇതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അതായത് 10% പോലും വിജയസാധ്യത ഇല്ലാത്ത ഒരു സംഭവത്തിന് വേണ്ടിയാണ് CIA ഘോരഘോരം വാദിക്കുന്നത്. തന്നെയുമല്ല, ഇങ്ങനൊരു ഓപ്പറേഷനെ കുറിച്ച് സോവിയറ്റ് നേവിക്ക് അല്ല സോവിയറ്റ് യൂണിയൻ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു തുറന്ന യുദ്ധമാണ്. അതുകൊണ്ട് നേവി ഇതിനെ ശക്തമായി എതിർത്തു. അതേസമയം CIA ഈ അവസരം വിട്ടുകളയാനും തയ്യാറായിരുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെ ഒരു അവസരം ഒരിക്കലും ഇനി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകത്തില്ല. എന്ത് വില കൊടുത്തിട്ടായാലും ഈ സബ്മറീനും അതിനൊപ്പമുള്ള ആ ന്യൂക്ലിയർ വാർഹെഡും നമുക്ക് സ്വന്തമാക്കണം. തുടർന്ന് കൊണ്ടുവരുന്ന സംഭവമാണ് ഏതാണ്ട് 5ലധികം ഹോളിവുഡ് സിനിമകൾക്ക് പ്രേരണയായ, അല്ലെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്പൈ ഓപ്പറേഷനുകളിൽ ഒന്നായ ദ പ്രോജക്റ്റ് അസൂറിയോൺ. അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ തിരഞ്ഞെടുത്ത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്ന രാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു കെട്ടുകഥയും വേണമെങ്കിൽ ഒരു സയൻറ്റിഫിക് ഫാക്റ്റായിട്ട് ലോകത്തിനെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ സാധിക്കും എന്നത് ഒന്ന് കാണിച്ചു തരാൻ കൂടിയാണ്. ഏതായാലും 1969 ജനുവരിയിൽ റിച്ചാർഡ് നിക്സൺ അമേരിക്കയുടെ പ്രസിഡൻ്റാകുന്നു. പുള്ളിക്കാരൻ വന്നപടി CIAയുടെ ഈ ആവശ്യം അങ്ങ് അംഗീകരിച്ചിരുന്നു. എന്ത് വില കൊടുത്തും ഈ സോവിയറ്റ് സബ്മറൈൻ നമുക്ക് റിക്കവർ ചെയ്യണം, അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും താനും തൻ്റെ ഗവൺമെൻറ്റും തയ്യാറാണെന്ന് റിച്ചാർഡ് നിക്സൺ അങ്ങോട്ട് പറഞ്ഞതോടുകൂടി CIAയുടെ വിഖ്യാതമായ പ്രോജക്റ്റ് അസൂറിയോൺ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ ചുമ്മാ ഞാൻ ഈ സബ്മറൈൻ അങ്ങ് പൊക്കിയെടുത്തുകൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ നടപടിയാകുന്ന കാര്യമൊന്നുമില്ല. കാരണം സോവിയറ്റ് യൂണിയൻ്റെ സ്പൈ സാറ്റലൈറ്റുകൾ ശൂന്യാകാശത്ത് ധാരാളമുണ്ട്. അവയുടെ എങ്ങാനും കണ്ണിൽ അമേരിക്കയുടെ ഈ ഓപ്പറേഷൻ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ CIA ഇതിനു വേണ്ടി ഒരു വലിയ പ്ലാൻ തയ്യാറാക്കി. അതായത് ആദ്യം CIAക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു കവറപ്പ് സ്റ്റോറിയാണ്, ഒരു കഥ, ഒരു കെട്ടുകഥ. ഈ കഥ ലോകമെമ്പാടുമുള്ള സകല ആൾക്കാരെ കൊണ്ടും അതിലുപരിയായി അമേരിക്കയിലുള്ള അവരുടെ സ്വന്തം പൗരന്മാരെ കൊണ്ടും വിശ്വസിപ്പിക്കാൻ CIAക്ക് നിസ്സാരമായി സാധിച്ചു. ഇവിടെയാണ് ഹാവേർഡ് ഹ്യൂസ് എന്ന് പറയുന്ന ബില്യണയർ രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ വട്ടാണെന്ന് തോന്നിപ്പോകുന്ന പല കാര്യങ്ങളും ബിസിനസ്സായി നടത്തുന്ന ഒരു പ്രത്യേകതരം ബിസിനസ്സുകാരനാണ് ബില്യണയറായ ഹാവേർഡ് ഹ്യൂസ്. അപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് മാംഗനീസ് നോഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഒരു സംഭവം. അപ്പോൾ ഈ മാംഗനീസ് നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ പേരിൽ മാംഗനീസ് എന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിലും മാംഗനീസ്, അതുപോലെ കൊബാൾട്ട്, നിക്കൽ, കോപ്പർ തുടങ്ങിയ പലതരം മെറ്റലുകൾ, ഓക്സൈഡുകൾ അടങ്ങിയ പോളിമെറ്റാലിക് നോഡ്യൂൾസാണ് ഈ സംഭവം. ഇത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നമ്മുടെ സീബെഡിൽ ഉരുളക്കിഴങ്ങ് പോലെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ CIA പ്രചരിപ്പിച്ച കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാഗ്നീസ് നോഡ്യൂൾസ് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഹാവേർഡ് ഹ്യൂസിൻ്റെ കമ്പനി ഒരു വലിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. ഇതിനുള്ള അനുമതി അമേരിക്കൻ ഗവൺമെൻറ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിന് പ്രകാരം ഹാവേർഡ് ഹ്യൂസ് ഒരു പ്രത്യേക കമ്പനിയൊക്കെ ഫോം ചെയ്തു. അപ്പോൾ ഈ മാഗ്നീസ് നോഡ്യൂൾസ് മൈൻ ചെയ്തെടുക്കാൻ ഉണ്ടാകാൻ പറ്റുന്ന ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമുള്ള ധാരാളം സയൻറ്റിഫിക് പേപ്പറുകൾ ലോകമെമ്പാടുമുള്ള പല വിഖ്യാതമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇത് CIA ഫണ്ട് ചെയ്ത് പല വിഖ്യാതരായ സയൻറ്റിസ്റ്റുകളെ കൊണ്ടും ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഹൈ ഇമ്പാക്റ്റ് വാല്യുള്ള പല സയൻറ്റിഫിക് ജേർണലുകളിലും ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. സയൻറ്റിഫിക് പേപ്പേഴ്സ് മാത്രമല്ല, നമ്മുടെ ഹാവേർഡ് ഹ്യൂസ് ഇങ്ങനൊരു കമ്പനി ആരംഭിച്ച് ഇത്തരത്തിലുള്ളൊരു വലിയ എൻഡവറിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. അതിൻ്റെ പരസ്യത്തിനും പ്രൊമോഷനും വേണ്ടി പല ഹോളിവുഡ് താരങ്ങൾ, ആ സമയത്തുള്ള പല വിഖ്യാതരായ ഹോളിവുഡ് താരങ്ങളും അണിനിരന്നു. ഇത്രയൊക്കെ ആയപ്പോഴത്തേന് സാധാരണക്കാർ മാത്രമല്ല പല ശാസ്ത്രജ്ഞന്മാരും ഈ സംഭവിക്കുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. തുടർന്ന് ഈ മൈനിങ് പ്രോജക്റ്റിന് വേണ്ടി ഒരു ഭീമാകാരൻ കപ്പൽ നിർമ്മിച്ചു, ഒരു ഭീമാകാരൻ ഷിപ്പ്. അതായത് 619 ഫീറ്റ് നീളമുള്ള ഈ ഭീമൻ കപ്പലിൻ്റെ പേര് ഹ്യൂസ് ഗ്ലോമർ എക്സ്പ്ലോറർ എന്നായിരുന്നു. അപ്പോൾ നമുക്കൊരു ഒറ്റ രാത്രി കൊണ്ടൊന്നും ഇത്രയും ഭീമാകാരൻ ഒരു കപ്പലിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് 5 വർഷം കൊണ്ടാണ് ഈ ഒരു കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പം പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ സീബെഡ് എക്സ്പ്ലോറേഷന് വേണ്ടിയുള്ള ഒരു ഭീമാകാരൻ മൈനിങ് ഷിപ്പ് മാത്രമാണ്. പക്ഷേ
അതിഭീകരമായ കാര്യങ്ങളായിരുന്നു ഇതിനുള്ളിൽ ചെയ്തു വെച്ചിരുന്നത്. അതായത് ഈ ഷിപ്പിൽ ഒരു ക്രെയിൻ ഘടിപ്പിച്ചിട്ട് ഈ കടലിനടി കിടക്കുന്ന നമ്മുടെ അന്തർവാഹിനി അതായത് സബ്മറൈൻ എടുത്ത് പൊക്കി കഴിഞ്ഞാൽ ഇത് പുറത്ത് വരുമ്പോഴത്തേക്കിന് സോവിയറ്റ് സ്പൈ സാറ്റലൈറ്റുകളോ അല്ലെങ്കിൽ സ്പൈ വിമാനങ്ങളോ ഒക്കെ ഇതിൻ്റെ ഇപ്പോൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. സോവിയറ്റ് യൂണിയൻ അതോടുകൂടി ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കും. കാരണം ഈ പറഞ്ഞ മേഖല, ഈ അന്തർവാഹിനി മുങ്ങിക്കിടക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ എപ്പോഴും സോവിയറ്റ് നേവിയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഈ ഷിപ്പിൻ്റെ ഡിസൈൻ വളരെ വിചിത്രമായ രീതിയിലാണ് ഈ ഷിപ്പ് ഡിസൈൻ ചെയ്തിരുന്നത്. അതായത് 619 ഫീറ്റ് നീളവും ഏതാണ്ട് 50,000 ടൺ ഭാരവുമുള്ള ഈ ഷിപ്പിൻ്റെ അടിയിൽ മൂൺ പൂൾ എന്നറിയപ്പെടുന്ന ഒരു ചേംബർ ഉണ്ടായിരുന്നു. ഈ മൂൺ പൂളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കടലിനടിയിലേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചേംബർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല ഈ ചേംബറിനുള്ളിൽ ഒരു ഭീമാകാരൻ ക്രെയിൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോമർ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഷിപ്പുമായിട്ട് K129 സബ്മറൈൻ മുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഈ മൂൺ പൂൾ തുറന്ന് അതിനുള്ളിലുള്ള ക്രെയിൻ ലോവർ ചെയ്ത് ഇതുപയോഗിച്ച് ഈ സബ്മറൈനെ ഈ മൂൺ പൂളിന് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് സോവിയറ്റ് യൂണിയൻ്റെ സ്പൈ സാറ്റലൈറ്റുകൾക്കോ സ്പൈ എയറോപ്ലെയിനുകൾക്കോ ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ലഭിക്കത്തില്ല. കാരണം ഇത് കപ്പലിൻ്റെ അടിയിലാണ് നടക്കുന്നത്. പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാനേ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി, ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അമേരിക്ക ഏതാണ്ട് $800 മില്യൺ ചിലവാക്കിയത്. അപ്പോൾ $800 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ $800 മില്യൺ അല്ല, 1969 $800 മില്യൺ. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അന്നത്തെ കാലത്ത്. അങ്ങനെ 5 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ 1974 ജൂൺ 20 ഹ്യൂസ് ഗ്ലോമർ എക്സ്പ്ലോറർ നമ്മുടെ K129 സബ്മറൈനെ തേടി പസഫിക് മഹാസമുദ്രത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ ഷിപ്പിലാണ്ട് 200 ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 200 ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ ഹാർവേഡ് ഹ്യൂസിൻ്റെ കമ്പനിയിലെ ജീവനക്കാരായിട്ടാണ് വേഷം ധരിച്ച് നിൽക്കുന്നത്. പക്ഷേ ഇവരിൽ ഭൂരിപക്ഷം ആൾക്കാരും CIA ഉദ്യോഗസ്ഥന്മാരും നേവൽ ഓഫീസേഴ്സും സെയിലേഴ്സും ഒക്കെ ആയിരുന്നു. ഏതായാലും സോവിയറ്റ് സ്പൈസ് സാറ്റലൈറ്റുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ ആ കപ്പൽ തട്ടിൽ അതിഭയങ്കരമായ രീതിയിൽ മൈനിങ് നടത്തുകയാണെന്ന് ആക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 1974 ജൂലൈ 4 ഈ കപ്പൽ ഏതാണ്ട് നമ്മുടെ സബ്മറൈൻ മുങ്ങിക്കിടക്കുന്ന K129 സബ്മറൈൻ മുങ്ങിക്കിടക്കുന്ന ആ പോയിന്റിൽ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ആ സബ്മറൈൻ പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും ഏതാണ്ട് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഏതാണ്ട് 2700 ടൺ ഭാരമാണ് ഈ സബ്മറൈൻ ഉള്ളത്. അതിൻ്റെ പകുതി ഭാഗം മാത്രം ഉയർത്തി ചിലപ്പോൾ ഏതാണ്ട് 1500 മുതൽ 1700 ടൺ ഭാരത്തോളം വരും. ഇത്രയും ഭാരം ഏതാണ്ട് 5 കിലോമീറ്റർ ആഴത്തിൽ നിന്നാണ് പൊക്കിയെടുക്കേണ്ടത്. അതെങ്ങനെ ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു രൂപവും അമേരിക്കൻ നേവിക്കോ CIAക്കോ ഇല്ലായിരുന്നു. കാരണം ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിനടുത്തുള്ള ഭാരം പോലും, അതായത് 1000 ടൺ ഭാരം പോലും ആരും ഇതുവരെ കടലിനടിയിൽ നിന്നും ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് അവരുടെ മുന്നിലില്ല. അവൻ പറഞ്ഞു വരുമ്പോൾ തന്നെ ഇത് ടെക്നിക്കലി ഹൈലി ചലഞ്ചിങ് ആണ്. തന്നെയുമല്ല ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് സോവിയറ്റ് നേവിയുടെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് നേവിയുടെ എയർക്രാഫ്റ്റുകളിലെയും ഷിപ്പുകളിലെയൊക്കെ സ്ഥിരം സാന്നിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഈ ഷിപ്പിലുള്ള അമേരിക്കൻ നേവിയുടെയും CIA ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേഷൻ അങ്ങ് ആരംഭിച്ചു. അവർ മൂൺ പൂളെന്ന ചേംബർ തുറന്ന് ആ ഭീമകാരൻ ക്രെയിൻ സബ്മറൈനെ ലക്ഷ്യമാക്കി താഴ്ത്തി തുടങ്ങി. അപ്പോഴേക്കും അവിചാരിതമായൊരു സംഭവം അവിടെ ഉണ്ടായി. അതായത് 2 സോവിയറ്റ് ഷിപ്പുകൾ അവരുടെ അടുത്തേക്ക് വന്നു. അതായത് SP-110 എന്നും ചാസ്മ എന്നും അറിയപ്പെടുന്ന 2 സോവിയറ്റ് നേവൽ ഷിപ്പുകൾ ഹ്യൂസ് ഗ്ലോമർ എക്സ്പ്ലോററിൻ്റെ ഇടത്തും വലതുമായി വന്ന് നിലയുറപ്പിച്ചു. ഗ്ലോമർ എക്സ്പ്ലോററുടെ സകലരും എല്ലാം അവസാനിച്ചു എന്ന് ഉറപ്പിച്ച നിമിഷം അവരുടെ കപ്പലിലേക്ക് സോവിയറ്റ് നേവിയുടെ റേഡിയോ സന്ദേശം എത്തി. അവർക്കറിയേണ്ടത് ഇത്രമാത്രമായിരുന്നു: ഈ ഷിപ്പുമായി നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, മറുവശത്ത് ഇതിന് ഉത്തരം നൽകാൻ വേണ്ടിയിരിക്കുന്നത് ചിലർക്കാരൊന്നുമല്ല, CIA എണ്ണം പറഞ്ഞ ചാരന്മാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവർ ഓൾറെഡി ഈ മാഗ്നീസിനോട് എക്സ്പ്ലോറേഷൻ്റെ കവറപ്പ് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി ലോകമെമ്പാടും പ്രചരിപ്പിച്ചിട്ടാണല്ലോ അവിടെ വന്നിരിക്കുന്നത്. അവരാ കാര്യം അതേപടി അങ്ങോട്ട് പറഞ്ഞു. ഇത് ഹാർവേഡ് ഹ്യൂസ് എന്ന ബില്യണയർ ബിസിനസ്മാൻ്റെ ഹ്യൂസ് ഗ്ലോമർ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഡീപ് സീ മൈനിങ് ഷിപ്പാണ്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഹ്യൂസ് ടൂൾസ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി സീബെഡിൽ നിന്ന് മാഗ്നീസ് നൂഡിൽസ് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ആ ആക്ടിവിറ്റിയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ യാതൊരു സങ്കോചവും ഇല്ലാതെ മറുപടി കൊടുത്തു. അപ്പോൾ ഹാർവേഡ് ഹ്യൂസിനെ കുറിച്ചും ഈ പറഞ്ഞ പദ്ധതിയെക്കുറിച്ചും ഒക്കെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ സ്ഥിരം വാർത്തയായിരുന്നതുകൊണ്ട് തന്നെ സോവിയറ്റ് ഷിപ്പുകൾ അവിടെ നിന്നും പിന്മാറി. പിന്നീട് 3 ആഴ്ചയോളം എടുത്താണ് ഇവർ ഈ ക്രെയിൻ ലോവർ ചെയ്യുന്നത്. അപ്പം 3 ആഴ്ച എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇത് വെറുതെ അങ്ങ് ലോവർ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. തന്നെ ഇത്രയും വലിയൊരു ക്രെയിൻ 5 കിലോമീറ്റർ ആഴത്തിൽ കിടക്കുന്ന സബ്മറൈനിലേക്ക് കൃത്യമായി എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. അത് ഏതാണ്ട് നമ്മളൊരു കുഴൽക്കിണർ കുഴിക്കുന്ന പോലെ ഇരുമ്പ് പൈപ്പുകൾ യോജിപ്പിച്ചാണ് ഈ ക്രെയിൻ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി 2 വലിയ ഭീമാകാര ടവറുകൾ ഈ കപ്പലിൻ്റെ ഡക്കിലുണ്ട്. ഈ ടവറുകളുടെ സഹായത്തോടുകൂടിയാണ് ഈ ക്രെയിൻ ലോവർ ചെയ്യുന്നതും അതുപോലെ ഇത് തിരിച്ച് വലിച്ചു കയറ്റേണ്ടതും. ഏതാനും ദിവസങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ ക്രെയിൻ കൃത്യമായി സബ്മറൈൻ്റെ മുകളിലെത്തുകയും ആ സബ്മറൈൻ്റെ മുകളിൽ പിടിമുറുക്കുകയും ചെയ്തു. പിന്നീട്
വളരെ സമയമെടുത്ത് പതിയെ ഈ ക്രെയിൻ തിരികെ വലിച്ചു കയറ്റാൻ ആരംഭിച്ചു. അങ്ങനെ പതിയെ ഈ ക്രെയിൻ ഏതാണ്ട് സർഫസിനോട് അടുത്തെത്താറായപ്പോഴത്തേന് ജെയിൻറ്റ് ക്ലോ എന്നറിയപ്പെടുന്ന ഈ ക്രെയിൻ്റെ ക്ലോസിൽ പലതും ഒടിഞ്ഞ് താഴേക്ക് വീണു. അതോടൊരു ഗ്ലോമർ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ആ ഷിപ്പിനെ ഒന്ന് പിടിച്ചുലച്ചിട്ട് K-129 സബ്മറൈൻ്റെ 2/3 ഭാഗവും കടലിലേക്ക് തിരികെ വീണു. അതോടെ അമേരിക്ക എന്തിനു വേണ്ടിയാണോ ഈ മിഷൻ ഇറങ്ങി തിരിച്ചത് അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതായത് അവർ തേടിയിറങ്ങിയ ആ ബാലസ്റ്റിക് മിസൈലും അതിൻ്റെ വാർഹെഡും ഒപ്പം ഈ സബ്മറീൻ്റെ കൺട്രോൾ സിസ്റ്റവും എല്ലാമാണ് തിരികെ കടലിലേക്ക് പതിച്ചത്. ഏതായാലും കൈ കിട്ടിയ ഭാഗം ഇവർ ഈ മൂൺ പൂളിലേക്ക് വലിച്ചു കയറ്റി. അപ്പോൾ മിഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ റിക്കവർ ചെയ്ത ഭാഗത്തിനുള്ളിൽ 2 ന്യൂക്ലിയർ ടോർപിഡോസ് ഉണ്ടായിരുന്നു. ഇതിനുമേൽ പിന്നീട് അമേരിക്ക നടത്തിയ പഠനങ്ങൾ അവരെ സോവിയറ്റ് യൂണിയൻ്റെ ന്യൂക്ലിയർ വാർഹെഡ് ഡിസൈനെക്കുറിച്ച് ഒരു പരിധിവരെ മനസ്സിലാക്കിയെടുക്കാൻ സഹായിച്ചു എന്ന് വേണം പറയാൻ. ഇതിനോടൊപ്പം ഒരു ക്രിപ്റ്റോഗ്രാഫിക് മെഷീനും കുറേ ഡോക്യുമെൻറ്റ്സും എല്ലാം ഈ സബ്മറൈൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഈ സോവിയറ്റ് യൂണിയൻ്റെ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെക്കുറിച്ചും അവരുടെ മിലിറ്ററി സിഗ്നലിങ്ങിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു പരിധി വരെ അമേരിക്കയെ സഹായിച്ചു. കൂടാതെ സോണാറുകളടക്കം പല സെൻസറുകളും ഈ റിക്കവർ ചെയ്ത ഭാഗത്തിനുള്ളിലുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ 6 സോവിയറ്റ് നാവികരുടെ ഡെഡ് ബോഡികളും ഈ സബ്മറൈനുള്ളിൽ നിന്നും അമേരിക്കയ്ക്ക് ലഭിക്കുകയുണ്ടായി. ആ ഡെഡ് ബോഡികൾ പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടി അമേരിക്ക കടലിൽ തന്നെ സംസ്കരിച്ചെന്ന് മാത്രമല്ല ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് ചെയ്യുകയും ചെയ്തു. പക്ഷേ CIA സംബന്ധിച്ചുള്ള ഈ പരാജയം താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയൻ്റെ ഒരു ന്യൂക്ലിയർ വാർഹെഡാണ് അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയത്. തുടർന്ന് CIA ഈ വാർഹെഡ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഇറങ്ങി പുറപ്പെട്ടു. പ്രോജക്റ്റ് മെറ്റഡോർ എന്ന പേരിൽ ഇതിനുവേണ്ടി വീണ്ടും ഒരു പദ്ധതി തയ്യാറാക്കി. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയിരുന്നു. അതായത് ഈ സമയമായപ്പോഴത്തേന് ഈ പ്രോജക്റ്റ് അസോറിയനെ സംബന്ധിക്കുന്ന ചില രേഖകൾ നമ്മുടെ ഹാർവേഡ് ഹ്യൂസിൻ്റെ ഓഫീസിൽ നിന്നും മോഷണം പോയി എന്ന് മാത്രമല്ല ഈ രേഖകളിൽ പലതും അമേരിക്കയിലെ പല പ്രമുഖ പത്രസ്ഥാപനങ്ങളുടെയും കയ്യിലെത്തിപ്പെട്ടു. ഈ സമയത്ത് CIAയുടെ ഡയറക്ടർ വില്യം ഇ കോൾബി ആയിരുന്നു. കോൾബി അമേരിക്കയിലെ എല്ലാ പത്രസ്ഥാപനങ്ങളെയും നേരിട്ട് വിളിച്ച് അവരോട് പറഞ്ഞു, ഈ പറഞ്ഞ രേഖകളൊന്നും പബ്ലിഷ് ചെയ്യരുത്, ഇത് നാഷണൽ സെക്യൂരിറ്റിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവായി സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് കോൾബി തൽക്കാലം കാര്യങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്തു. ഏതായാലും പ്രോജക്റ്റ് മെറ്റഡോറിൻ്റെ കാര്യത്തിൽ അതോടുകൂടി ഒരു തീരുമാനമായി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കാര്യം ഇത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പത്രസ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അയാളുടെ മുന്നിലിരിക്കുന്നത്. അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കത്തില്ല. ഈ പറഞ്ഞ എണ്ണം പറഞ്ഞ പത്രസ്ഥാപനങ്ങൾ മാത്രമല്ല, ഫ്രീലാൻസറായിട്ടുള്ള പല ജേർണലിസ്റ്റുകളും പലതരം ടാബ്ലോയിഡുകളും ഒക്കെ ഉള്ളൊരു നാടാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ CIAക്ക് അധികം നാൾ മാധ്യമങ്ങളുടെ മൂടി കെട്ടിവെക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1975 ഫെബ്രുവരി 7 ലോസ് ഏഞ്ചലസ് ടൈംസിൽ ഇത് സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നു. ഇത് സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പ്രോജക്റ്റ് അസോറിയനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷേ CIA ഹാർവേഡ് ഹ്യൂസും ചേർന്ന് നടത്തിയ മൈനിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചും സോവിയറ്റ് സബ്മറൈനെ കുറിച്ചും ഒക്കെ ഇൻഡയറക്റ്റായിട്ട് അവർ ഈ റിപ്പോർട്ടിൽ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേതായാലും അങ്ങനെ നടന്നുപോയി. പക്ഷേ വലിയ പണി പുറകെ വരാതിരിക്കുന്നതേ ഉള്ളായിരുന്നു. അതായത് തൊട്ടടുത്ത മാസം, അതായത് 1975 മാർച്ചിൽ ജാക്ക് ആൻഡേഴ്സൺ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നാഷണൽ ടെലിവിഷന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പ്രോജക്റ്റ് അസോറിയൻ എന്ന് പറഞ്ഞ ഈ സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓരോരോ ഫാക്റ്റുകൾ ജാക്ക് ആൻഡേഴ്സൺ എണ്ണി പറയുന്നുണ്ടായിരുന്നു. അതായത് ഹാർവേഡ് ഹ്യൂസിൻ്റെ ഗ്ലോമർ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ അതൊരു ഡീപ് സീ മൈനിങ് ഷിപ്പല്ല, ഇതുപോലെ ഒരു റഷ്യൻ സബ്മറൈൻ മോഷ്ടിക്കാൻ വേണ്ടി CIAയും അമേരിക്കൻ നേവിയും ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഷിപ്പാണിത്. ഹാർവേഡ് ഹ്യൂസ് എന്ന് പറയുന്ന ആളും അയാളുടെ കമ്പനിയൊക്കെ ഈ CIA തയ്യാറാക്കിയ കവർ സ്റ്റോറിയിലെ വെറും കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് പൊളിച്ചടക്കി. അതായത് അമേരിക്കൻ ഗവൺമെൻറ്റും CIAയും അമേരിക്കൻ നേവിയും ഒക്കെ ചേർന്നുകൊണ്ട് ടാക്സ് പേഴ്സിൻ്റെ പൈസ ഇത്തരം മണ്ടത്തരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ചിലവാക്കുന്നത് എന്നൊക്കെ ആൻഡേഴ്സൺ പറഞ്ഞതോടുകൂടി ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതായത് തുടർന്നങ്ങോട്ട് ആഴ്ചകളോളം മാസങ്ങളോളം അമേരിക്കയിലെ മെയിൻ ന്യൂസ് പേപ്പറുകളിലെ മെയിൻ വാർത്ത ഇത് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് സോവിയറ്റ് യൂണിയൻ അറിഞ്ഞു. അപ്പം സ്റ്റാലിനോ ക്രൂസ്ചേവോ ഒക്കെ ആയിരുന്നു ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നെങ്കിൽ അടുത്ത നിമിഷം അമേരിക്കൻ മെയിൻലാൻഡിൽ ന്യൂക്ലിയർ ബോംബ് വീണേനെ. ഏതായാലും താരതമ്യേന കടുപ്പം കുറഞ്ഞ ബ്രഷ്നേവായിരുന്നു ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഏതായാലും അമേരിക്കയ്ക്ക് നേരെ ഒരു തുറന്ന അറ്റാക്കിലൊന്നും പോയില്ല. പക്ഷേ അമേരിക്കൻ നേവിയെയും മറ്റും വാൺ ചെയ്യുന്നുണ്ട്. അതായത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ പ്രദേശത്ത്, ഈ പറഞ്ഞ നമ്മുടെ K-129 സബ്മറൈൻ മുങ്ങിക്കിടക്കുന്ന ആ പ്രദേശത്ത് എവിടെയെങ്കിലും അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കപ്പലിനെ കാണാനിടയായി കഴിഞ്ഞാൽ അതൊരു ആക്ട് ഓഫ് വാറായിട്ട് എടുക്കുകയും ആ നിമിഷം ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യും, കൂടാതെ അമേരിക്കൻ മെയിൻലാൻഡിൽ അറ്റാക്ക് നടത്തുകയും ചെയ്യുമെന്ന് സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ വാൺ ചെയ്തു. ഏതായാലും പ്രോജക്റ്റ് മെറ്റഡോറിൻ്റെ കാര്യത്തിലൊക്കെ അതോടുകൂടി ഒരു തീരുമാനമായി. അപ്പോൾ ഇതിൽ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ K-129 എന്ന് പറയുന്ന സോവിയറ്റ് സബ്മറൈൻ എന്തുകൊണ്ടാണ് മുങ്ങിപ്പോയെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും ഇന്നേ വരെ ആരുടെ പക്കലും ഇല്ല എന്നുള്ളതാണ്. ആ രഹസ്യവും പേറി K-129 സബ്മറൈൻ ഇന്നും പസഫിക്കിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ഉറങ്ങിക്കിടപ്പുണ്ട്. തുടർന്ന് CIA ഇതിന് പുറകെ പോയൊന്നുമില്ലെങ്കിലും ഹോളിവുഡ് ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്.
അതായത് അസോറിയോൺ, ദ റൈസിംഗ് ഓഫ് K-129, പിന്നെ ദ സ്പൈ ഹൂ ലവ്ഡ് മീ, ഫാൻഡം, ഇവയൊക്കെ അതിൽപ്പെടുന്ന പ്രധാന സിനിമകളാണ്. 1992 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക കപ്പലിൽ നിന്ന് ലഭിച്ച ആ നാവികരുണ്ടല്ലോ അവരുടെ ശവസംസ്കാര ചടങ്ങിൻ്റെ വീഡിയോസും ഒപ്പം ഈ സബ്മറൈനിലെ ഒരു മണിയും റഷ്യൻ ഗവൺമെൻറ്റിന് കൈമാറുകയുണ്ടായി. അപ്പോൾ ഈ പ്രോജക്റ്റ് അസോറിയോൻ്റെ ഭാഗമായിട്ട് ഈ സബ്മറൈൻ കടലിൽ നിന്ന് ഉയർത്തുന്നതിനെ സംബന്ധിക്കുന്ന മുഴുവൻ വീഡിയോയും അമേരിക്ക റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ അതൊക്കെ ഇന്നും ക്ലാസിഫൈഡ് ഇൻഫർമേഷനായിട്ട് അമേരിക്കയുടെ പക്കൽ തന്നെയുണ്ട്. അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അമേരിക്ക ഇന്നേ വരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോയിലൂടെ ഞാൻ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ കോൾഡ് വാർ കാലഘട്ടത്ത് അമേരിക്കയ്ക്കും USSRനും ഇടയിൽ നിലനിന്നിരുന്ന കിടമത്സരത്തിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരിക എന്നതായിരുന്നു. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.